ഹലോ, ഞങ്ങൾ കഴിഞ്ഞ ദിവസം ബലിദ്വീപ് ഫെസ്റ്റിന് പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളത്തപ്പൻ ഗ്രൗണ്ടിലാട്ടോ. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് തന്നെ വേഗം ടിക്കറ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ കുറച്ച് ലേറ്റ് ആയിപ്പോയി, കാരണം ഓണത്തിൻ്റെ ആ ഒരു ടൈമിൽ ഇത് ഓപ്പൺ ആയതായിരുന്നു. അപ്പോൾ ഞങ്ങളതിൻ്റെ തീരാറാകുമ്പോഴാണ് ഞങ്ങളിത് വരുന്നത്. പിന്നെ ഡിച്ചൂരിന് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. ഡിച്ചൂരിന് എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ചിൽഡ്രൻ ബിലോ 5 ഇയേഴ്സിന് എടുക്കണ്ട. അപ്പോൾ എന്നിട്ട് അവിടെ ഒരു ലക്കി ഡ്രോ പോലൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 ടിക്കറ്റാണ് എടുത്തത്. അപ്പോൾ ആ 3 ടിക്കറ്റിൻ്റെയും ആ ടിക്കറ്റിൽ പേരും നമ്പറും പിന്നെ അതായത് ഒരു വലിയ ടിക്കറ്റ് ആയിരിക്കുമല്ലോ, അപ്പോൾ അതിൻ്റെ അപ്പുറത്തൊരു നമ്പർ ഉണ്ടാവും. അതൊക്കെ ഞങ്ങൾ അപ്പുറത്തോട്ട് എഴുതി കൊടുത്തിട്ട് അത് കയറിയിട്ട് അതിനകത്തൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ എൻ്റർ ചെയ്യുകയാണ്. അപ്പോൾ പോകേണ്ടവർ പെട്ടെന്ന് പോകുക കേട്ടോ, കാരണം ഇത് നാളെ തീരും. അതായത് സെപ്റ്റംബർ 21 ഇതിൻ്റെ ഇത് തീരും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ആൻറ്റിക്ക് ടിക്കറ്റ് കൊടുത്തു. ആൻറ്റി ടിക്കറ്റ് എന്നിട്ട് കയറിയിട്ട് ഇങ്ങോട്ട് തന്നു. എന്നിട്ട് പിന്നെ ഞങ്ങൾ പോയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു ഇതായിരുന്നു, അതായത് ചെടികളൊക്കെ ആയിട്ട് ആ ഒരു ടൈപ്പ്. പിന്നെ അവിടെ മരത്തിൻ്റെ ടൈപ്പ് വുഡനായിട്ടുള്ള അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് അവിടെ മീനിനെയൊക്കെ തൊടാം. ഒരു പാലം പോലെയായിരുന്നു കേട്ടോ. ആ പാലം പോലെയുള്ള ആ സംഭവത്തിൽ കൂടെ ഞങ്ങളിങ്ങനെ നടന്നു പോകും. അതിൻ്റെ ഇടയിൽ ഞങ്ങൾക്ക് ഒന്ന് കൈയൊക്കെ താഴോട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് ആ വെള്ളത്തിലൊന്ന് കൈയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മതി ആ മീനുകളൊക്കെ വന്നിട്ട് ചപ്പ് എന്താ അതിങ്ങനെ കൊത്തും കടിക്കുകയല്ല കേട്ടോ, കൊത്തും. നല്ല രസമാണ്. പിന്നെ ഞാൻ ഇങ്ങോട്ട് എത്തിയിട്ട് അങ്ങനെ ചെയ്തു. ഡിച്ചോടിനായാലും അതിനൊക്കെ ഞങ്ങൾക്ക് സത്യം പറഞ്ഞത് നല്ല രസമായിരുന്നു കേട്ടോ. പോകേണ്ടവർ എന്തായാലും പോകണമെന്ന് ഞാൻ പറയുള്ളൂ, കാരണം ഞാൻ വിചാരിച്ച പോലെയല്ല. ഞാനങ്ങനെ വിചാരിച്ചില്ല, ഒരു എക്സിബിഷനാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ആയിരിക്കും, എനിക്ക് ഇഷ്ടമായി. പക്ഷേ നിങ്ങൾ പോകേണ്ടവരെന്തായാലും പോകും. അപ്പോൾ നമുക്ക് കൈയൊക്കെ ഇട്ട് കൊടുക്കാം, പിന്നെ ഇങ്ങോട്ട് എത്തിയാലും കൈയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഡിച്ചോട്ടിനും അച്ഛനും അവിടെ നിന്ന് വരികയാണ്. എന്നാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സത്യമായിട്ട് നന്നായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കൈ ഇട്ട് കൊടുക്കുന്നു എടുക്കുന്നു മാറില്ല. ഇത് മാത്രമല്ല കേട്ടോ, വേറെയും ഒത്തിരി സ്ഥലങ്ങളിൽ മീനിൻ്റെ സംഭവങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു ഊഞ്ഞാലുണ്ടായിരുന്നു. ഞങ്ങൾ ആ ഊഞ്ഞാലിലൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ചൊരു ഊഞ്ഞാലും ആടി. അങ്ങനെ എന്തായാലും പോയതല്ലേ. പിന്നെ ഒത്തിരി കുറേ മീനുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളത് കൈയിട്ട് കൊടുത്താൽ കുറേ മീൻ വന്നിട്ട് കൊത്തുകൂട്ട് നല്ല രസമായിരുന്നു. സത്യം പറഞ്ഞാൽ അതായത് ഒരു അങ്കിളുണ്ട് അപ്പുറത്തിരിക്കുന്നത്. അപ്പോൾ അങ്കിൾ ഞങ്ങൾക്ക് ഫുഡ് തരും കേട്ടോ. അപ്പോൾ അത് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്താൽ അത് കുറേ വന്നിട്ടേക്കും. പിന്നെ ഒരു പുക പോലൊരു സംഭവമാണ്. സത്യം പറഞ്ഞാൽ തീൻ്റെ പുകയല്ല, അത് എന്തൊക്കെയോ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഇങ്ങനെ ഒരു ഊഞ്ഞാൽ, ഇത് എൻ്റെ ആഗ്രഹം കൊണ്ട് ഞാൻ മാത്രം കയറിയതാണ് കേട്ടോ. അതായത് വെള്ളത്തിൻ്റെയൊക്കെ ഇടയിൽ പോലും, വെള്ളത്തിന് ആഴമൊന്നുമില്ലല്ലോ. പിന്നെ അപ്പോൾ അങ്ങനെ പാലം പോലെ സംഭവത്തിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു ഊഞ്ഞാൽ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇരിക്കാൻ അധികം പറ്റുന്നുണ്ടായില്ല, പക്ഷെ ഞാൻ ഇരുന്നു. ഇവരാരും ഇരുന്നില്ല കേട്ടോ, ഞാൻ മാത്രം എൻ്റെ ഒരു ആഗ്രഹത്തിന് ഇരുന്നതാണ്. പിന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്, ഇനി എന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളിങ്ങനെ പോകുന്ന വഴിക്കൊക്കെ ആ ഒരു പുക പോലത്തെ ആ ഒരു സംഭവം ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സംഭവം പോകുന്ന വഴിക്കൊക്കെ ഉണ്ടായിരുന്നു. മാത്രമല്ല ഓരോരോ ഇങ്ങനത്തെ സ്ഥലങ്ങളിലും താഴെ മീനുകളും പിന്നെ സൈഡിലായിട്ട് പാരറ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ തിങ്ങിനൊരു സ്ഥലമായിരുന്നു കേട്ടോ, അതായത് ഇങ്ങനെ വളഞ്ഞു പോകുന്ന ടൈപ്പ് ഓഫ് ഒരു സ്ഥലമായിരുന്നു. പിന്നെ അവിടെ കുറേ ചെടികളൊക്കെ, പിന്നെ അവിടെ ഒരു ഡൈനിങ് ഏരിയ പോലെ, പക്ഷെ അവിടെ നമുക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ. പിന്നെ അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു മീനുകൾ. അവിടുത്തെ മീൻ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മറ്റേതൊന്നും പോലെ കുറേ വന്ന് കൊത്തില്ല കേട്ടോ, കുറച്ച് ചിലതൊക്കെ മാത്രമേ വന്ന് കൊത്തുള്ളൂ. പിന്നെ നമ്മൾ മറ്റ് മെയിനായിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അങ്ങോട്ട് പോവാണ്. അപ്പോൾ കുറേ അതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് കാണാമല്ലോ. അപ്പം അങ്ങനെ കുറേ കളർഫുൾ മീനുകളെ കണ്ടുവിട്ട് ഇത് കുഞ്ഞു അതായത് പല പല കളേഴ്സും അതിൻ്റെ ഇടയിൽ കൂടെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറേ മീനെ കണ്ടിട്ട് എനിക്ക് ഏറ്റവും എന്തായാലും ഇഷ്ടമായത് അതാണ്. പിന്നെ ഞങ്ങൾ ഉള്ളിലെത്തി, അതായത് ഉള്ളിൽ കയറിയപ്പോൾ പിന്നെ എന്താണെന്നറിയില്ല, എന്തൊക്കെയോ കാട്ടിക്കോട്ടെ, എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. ഇതിനെ തൊടുന്നു. എന്തായാലും മീനിനെ കാണാത്ത കളിയായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ നിന്ന് കളിച്ചിട്ടുണ്ടായിരുന്നത് വലിയതും ചെറുതും ഒത്തിരി മീനുണ്ടായിരുന്നു. നല്ല വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി, ഇങ്ങനത്തെ മീനാണ്. പക്ഷേ മീനുകളുണ്ടാവും എങ്കിലും നല്ല രസമായിരുന്നു അതിൻ്റെ ഉള്ളിൽ കൂടെ. ഈ ഒരു സംഭവം മിക്കവർക്കും മേ ബി അറിയായിരിക്കും. ഇങ്ങനത്തെ സംഭവത്തിൽ കുറേ പേര് പോയിട്ടും ഉണ്ടാവും. ബട്ട് ആദ്യത്തെ സംഭവങ്ങളൊക്കെ ആട്ടോ എനിക്കിതിനെയൊക്കെ കാട്ടിലും കൂടുതൽ ഇഷ്ടമായത്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫോട്ടോസ് എടുത്തു കേട്ടോ. പിന്നെ എന്നെ ഞെട്ടിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ചിലപ്പോൾ അറിയായിരിക്കും ഈ ബ്രെയിൻ റോട്ടിലത്തെ സംഭവങ്ങൾ. അപ്പോൾ അതിനകത്ത് ഈ ട്രാലല്ല അവനൊരു ഷാർക്ക് പോലെ ഇരിക്കുന്ന ഒരു ഫിഷ് കണ്ടു. അതിനെ കണ്ടപ്പോൾ അവൻ പറയാം ട്രാലല്ല ആണെന്ന്. അതായത് അത് അവൻ ഉള്ളിൽ നിന്നല്ല കണ്ടത്, പുറത്തു നിന്ന് ഒരു പിക്ചർ ഉണ്ടായിരുന്നു ഒരു ഷാർക്ക് എനിക്ക് മനസ്സിലായില്ല കേട്ടോ, അങ്ങനത്തെ ഒരു സംഭവം. പക്ഷേ അവൻ പറയാം ട്രല്ലല്ല ചേച്ചി. ഞാൻ കണ്ടില്ല, പിന്നീടാണ് ഞാൻ കണ്ടത് അവൻ്റെ ട്രല്ല. പിന്നെ ഒരുത്തൻ അവിടെ ഇങ്ങനെ കിടന്ന് ഉറങ്ങുകയാണെന്ന് തോന്നുന്നു, അവൻ്റെ റെസ്റ്റ് ടൈം ആയിരിക്കും. നല്ല വലുതായിരിക്കും,
പിന്നെ ആ ചിത്രത്തിൽ കാണുന്ന മീനിനെ 3 മിനിറ്റിൽ പിടിച്ചാൽ നമുക്കൊരു ഗിഫ്റ്റ് കിട്ടും. ഞാൻ ഇതിന് ഇറങ്ങിയില്ല, ഷൂവും ഷോക്സൊക്കെ ഒരു ഞാൻ വീണ്ടും ഇറങ്ങണം. അങ്ങനെ ഞാൻ ഇറങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ എക്സിബിഷൻ പോലെ കുറേ ഡ്രസ്സുകളും അങ്ങനെയൊക്കെ 3 എണ്ണം 500 രൂപക്കൊക്കെ ഉണ്ടായിരുന്നു. എന്തോ മുണ്ടോ ബെഡ്ഷീറ്റ് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങൾ. പിന്നെ ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പണ്ടത്തതും പുതിയതും ഒക്കെ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ചോക്ലേറ്റ് ഉണ്ടല്ലോ, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ചോക്ലേറ്റ്സ് ഞങ്ങൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനൊരു കോയിൻ്റെ രീതിയിലുള്ള ഒരു ചോക്ലേറ്റാണ് വാങ്ങിയത്. അവൻ വാങ്ങിയത് മാഷ്മെല്ലോ കേട്ടോ. അവൻ ഇങ്ങനത്തെ ജെല്ലി മാഷ്മെല്ലോ അങ്ങനത്തെ സംഭവങ്ങളാണ് അവന് കൂടുതൽ ഇഷ്ടം. എനിക്കും ഏകദേശം അങ്ങനെയാണെങ്കിൽ എനിക്ക് കൂടുതൽ നോർമൽ ചോക്ലേറ്റ് പോലത്തെ സംഭവങ്ങളാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ അവിടെ കുറേ ഡ്രസ്സസും ജ്വല്ലറീസും ഒക്കെ ഉണ്ടായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ സ്റ്റേഷനറി ആയിട്ടുള്ള എന്തെങ്കിലും വാങ്ങണമെന്ന് വിചാരിച്ചു. പക്ഷേ ഞാൻ ആദ്യം തന്നെ കണ്ടതാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും കുറേ ഉണ്ടല്ലോ, ഏതെങ്കിലും ഒരെണ്ണത്തിൽ നിന്ന് വാങ്ങാം എന്ന് വിചാരിച്ചു. പക്ഷെ പോയപ്പോഴത്തേക്ക് വേറൊരു സ്റ്റേഷനറി ഷോപ്പ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ ഇത് ഓർത്ത് വെച്ചോട്ടെ. പിന്നെ അവിടെ ഒരു വലിയ മിറർ ഉണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് ഇങ്ങനത്തെ വലിയ മിറർ ഭയങ്കര ഇഷ്ടമായിട്ടോ, ഫുള്ളായിട്ട് കാണാൻ പറ്റുന്നത്. അവിടുന്ന് കുറച്ച് അങ്ങനെ കണ്ണാടിയൊക്കെ നോക്കി. പിന്നെ അതിനൊരു വാട്ടർ ബോട്ടിൽ വാങ്ങാനുണ്ടായിരുന്നു. അവൻ്റെ വാട്ടർ ബോട്ടിൽ ലീക്ക് ആവുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ഒരു പുതിയ വാട്ടർ ബോട്ടിലും വാങ്ങി. പിന്നെ പുറത്ത് ഐസ്ക്രീമും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ റെഡ് വെൽവെറ്റ് ഫ്ലേവറും പിന്നെ സ്ട്രോബെറി ഫ്ലേവറും ആയിരുന്നു ഐസ്ക്രീം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛൻ ഐസ്ക്രീമൊക്കെ കഴിച്ചപ്പോഴത്തേക്ക് അച്ഛൻ കോളിഫ്ലവർ വാങ്ങിയിട്ട് വന്നു. അപ്പം ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കോളിഫ്ലവർ തീരാറായപ്പോഴാണ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ എക്സ്പ്ലോറേഷൻ. അപ്പോൾ എനിക്കെന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരുന്നു. ഞാൻ എന്തായാലും പറയാം നിങ്ങൾ പോകണമെന്നാണ്. അപ്പോൾ ഇന്നും നമ്മുടെ വീഡിയോ ഇത്രയുള്ള അടുത്തൊരു വീഡിയോ കാണാൻ എല്ലാവർക്കും ബൈ.